കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഒരു മേൽവിലാസം ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. RJD കുറെ കൂടി നില മെച്ചപ്പെടുത്തി വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശക്തരായ നേതാക്കളില്ല. അത് അവിടെയെന്ന് മാത്രമല്ല, കേരളം ഒഴിച്ചാൽ തമിഴ്നാട്, ആന്ധ്ര പോലുള്ള ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കിക്കോളൂ, തലയെടുപ്പുള്ള ദേശീയ തലത്തിലേക്ക് തലയെടുപ്പോടുകൂടി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നേതാക്കളുടെ ക്ഷാമം വളരെ വലുതാണ്. ഒരു ശശി തരൂർ ഇവിടെ ഉണ്ടെങ്കിൽ ശശി തരൂർ തലതിരിഞ്ഞ കാര്യങ്ങളെ നേരം വെളുത്ത ഇരുട്ടുന്നവരെ പറയുകയുള്ളൂ. പിന്നെ അയാളെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്? അപ്പം അതൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തലയെടുപ്പുള്ള നേതാക്കളുടെ അഭാവം വടക്കേ ഇന്ത്യയിൽ വളരെ വലുതാണ്. അതിൻ്റെ ഒരു ദുരന്ത ഫലം കൂടിയാണ് ബീഹാറിൽ കാണുന്നത്. ഇനി അതുപോലെ തന്നെ ബീഹാറിൽ തോറ്റുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ തന്നെ ഈ ചാനലിൽ ചെയ്ത പോലെ ഒരു 130-നും 140-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ മിക്കവാറും, അത് ടൈംസ് നൗവും ചാണക്യൊക്കെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ 160 വരെ പോകാം. എന്താ 167 വരെ പ്രവചിച്ചവരുമുണ്ട്. എന്തായാലും 130-നും 167-നും ഇടയ്ക്ക് പ്രവചിച്ചവരുമുണ്ട്. എങ്ങനെയായാലും ഒരു 140 സീറ്റിനകത്ത് NDA സഖ്യം വരാനാണ് സാധ്യത. ഇപ്പോൾ കാണിക്കുന്ന ട്രെൻഡ് വല്ലാതെ താഴോട്ട് പോകാനുള്ള സാധ്യതയില്ല. എന്തായാലും ഒരു ഉച്ചയോടുകൂടി കൃത്യമായ ഒരു ട്രെൻഡ് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ട്രെൻഡല്ല, കൃത്യമായ റിസൾട്ട് അറിയാൻ പറ്റും. നിതീഷ് കുമാർ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നത്, സുഖമായി ഉറങ്ങുന്നത്, ആവേശം കിട്ടുന്നത് നരേന്ദ്രമോദിക്കാണ്. കാരണം ഇപ്പൊ ഡൽഹിയിലെ ഈ കലാപമൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഡൽഹിയിലെ ഈ സ്ഫോടനമൊക്കെ, ചെങ്കോട്ട സ്ഫോടനം എല്ലാം കഴിഞ്ഞ് BJP ഒന്ന് പ്രതിരോധത്തിലേക്ക് പോകുമ്പോഴാണ് ബീഹാർ അവർക്ക് ഊർജം നൽകുന്നത്. ഇതിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ടുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. കോൺഗ്രസ് പഠിക്കേണ്ട പാഠം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഡൽഹിയിലെ നേതാവിനെ ഇറക്കി ബീഹാറിൽ കൊണ്ടുപോയി ബീഹാർ കൊയ്യാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഒരു ദേശീയ നേതാവിനെ ഇറക്കി കൊയ്യാമെന്ന് കരുതരുത്. അത്രയ്ക്കൊരു കരിസ്മാറ്റിക് ലീഡർ അല്ല അദ്ദേഹം. അതേസമയം അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങളും ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ബീഹാർ ജനത കളഞ്ഞു എന്നുള്ളതാണ്. അവിടെ SIR-നെതിരെ, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെതിരെ, ഇലക്ഷൻ കമ്മീഷനെതിരെ വലിയ തോതിലാണ് രാഹുൽ ഗാന്ധി ബഹളമുണ്ടാക്കിയത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്.